ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല നട്ടക്കാട്ട് വെയിലുള്ളൊരു ദിവസം ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തു. നമുക്ക് കോഴിക്കോട് ബീച്ച് കാണാൻ പോകാമെന്ന്. കിട്ടിയ ബസ്സിൽ ചാടിക്കയറി ഞങ്ങളെല്ലാവരും കൂടെ കോഴിക്കോട് എത്തിയിട്ടോ. ആ കുട്ടി വ്ളോഗാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. നട്ടക്കാട്ട് വെയിൽ കിട്ടിയ ബസ് എന്നൊക്കെ ഒരു ഓളത്തിന് പറഞ്ഞെങ്കിലും 2.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പറയുന്ന ബീച്ചിലെത്തിയത്. അപ്പോഴേക്കും ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു സമയം. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് വെയിലൊക്കെ ആറിയതിന് ശേഷമാണ് ഞങ്ങൾ ബീച്ചിലോട്ട് വന്നത് കേട്ടോ. ബീച്ച് നല്ല സുന്ദരമായി കിടക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് മിക്കവാറും കടൽ കണ്ട് ഇഷ്കുട്ടൻ കരയുമായിരിക്കും. കാര്യം അവൻ സാധാരണ പുഴയിലൊക്കെ പോകുമ്പോൾ കരയാറുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ തിരയൊക്കെ കാണുമ്പോൾ അവൻ എന്തായാലും പേടിക്കുമല്ലോ. അങ്ങനെ പേടിച്ച് വരണ്ടിരിക്കുന്ന ഇഷ്കുട്ടനെ ഒക്കത്ത് വെച്ച് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് ഐശ്വര്യതയും പിന്നെ ഈ പറയുന്ന ഉപ്പിലിട്ടതും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് കുറേ നേരം എൻജോയ് ചെയ്ത് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോരാന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു പ്ലാൻ. എന്നിട്ട് എന്താ ഉണ്ടായേ ചോദിക്കേ. ഇഷ്കുട്ടന് കടലൊന്നൊരു പേടിയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇഷ്കുട്ടൻ കടൽ പേടിച്ചിരിക്കുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ശരിക്കും മണ്ടന്മാരായേ. ഒരുപാട് വീഡിയോസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വന്ന ഞങ്ങളുടെ പ്ലാനുകളെല്ലാം മൊത്തത്തിൽ വെള്ളത്തിലായി. 2 വട്ടം അവൻ്റെ കാലിലൂടെ വന്ന് ഈ തിര കയറിയപ്പോൾ അവൻ അതിനോടുള്ള പേടി അങ്ങോട്ട് മാറി. മാത്രമല്ല ആ വെള്ളത്തിനാണെങ്കിൽ ഒരു ഉപ്പുരസമുണ്ട്, അത് അവൻ അതിലേറെ ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. പിന്നെ അവനെ കടലിൽ നിന്ന് നമുക്ക് വലിച്ചു കയറ്റാനായിരുന്നു ബുദ്ധിമുട്ട്. അവൻ ഓടടാ ഓട്ടമായിരുന്നു. ഓടി ഓടി അവൻ്റെ പിന്നാലെ ഓടി ഞങ്ങളും കുഴങ്ങി അവനും കുഴങ്ങി. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് ആ കക്ക കക്ക എന്ന് പറഞ്ഞിട്ടുള്ള ചിരി എൻ്റെതാണ് കേട്ടോ, ആരും പേടിക്കണ്ട. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നീ എന്താ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ചിരിക്കുന്നതെന്ന്. പക്ഷേ സത്യത്തിൽ എനിക്ക് എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് ചിരിക്കേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. ഇതാണ് എൻ്റെ ഒറിജിനൽ ചിരി. ഇഷുക്കുട്ടൻ്റെ വെള്ളത്തിക്കളി കണ്ടിട്ട് അവിടെയുള്ളവരൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ. കാര്യം ഈ കൊച്ചിനെയും വെച്ച് ഇവരെന്തീ കാണിച്ചു കൂട്ടുന്നതെന്നുള്ള മട്ടിൽ ചുറ്റുമുള്ളവർ ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി പതുക്കെ ഇവിടുന്ന് കയറാനുള്ള സമയമായിരുന്നു. മാത്രമല്ല തിരിച്ചെപ്പോഴാണ് ബസ്സുള്ളത്, എത്ര മണിയാകുമ്പോൾ വീട്ടിലെത്തുന്നൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇഷുക്കുട്ടൻ എങ്ങനെയൊക്കെയോ ഫ്രഷാക്കി എടുത്ത് ഒരു തട്ടിക്കൂട്ട് സൺസെറ്റ് കണ്ടെന്ന് വരുത്തിയിട്ട് കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ച് തൽക്കാലം ഞങ്ങളുടെ ബീച്ചിലുള്ള കാഴ്ചകളും എൻജോയ്മെൻറ്റൊക്കെ അത്ര മതിയെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോരാനുള്ള പരിപാടി നോക്കിയിട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ കുട്ടി വ്ളോഗ്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വേറെ വീഡിയോസിലൂടെ ഇനിയും നമുക്ക് ഒരുപാട് വട്ടം കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ ബൈ.